സോഫി എന്താ കോടതിയിലേക്ക് കയറായിരുന്നത്? പേടിച്ചിട്ടാ സാർ. മുമ്പ് ഒരുപാട് തവണ ഗ്ലോറിക്ക് ശിക്ഷ വിധിക്കുന്നത് കാത്തു നിന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം ജഡ്ജിന്റെ നാവിൽ ഏതെങ്കിലും വികട സരസ്വതി കയറും, അവള് രക്ഷപ്പെടും. ഇത്തവണയും അത് തന്നെ. വികട സരസ്വതിയല്ല, സാക്ഷാൽ സരസ്വതി. തോബിയാസിനെ കൊല്ലുകയും ശിവസുബ്രഹ്മണ്യത്തിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും ചെയ്ത ഗ്ലോറിയെ 15 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. സർ, ഞാൻ ഇവളോടൊന്ന് സംസാരിച്ചു. അതിനെന്താ, നടക്കട്ടെ. എനിക്കൊന്നും സംസാരിക്കാനില്ല. നീ സംസാരിക്കണ്ട, കേട്ടോണ്ട് നിന്നാ മാത്രം മതി. ഇനി പോകുന്ന വഴിക്ക് മുഴുവൻ നിന്നെ ആർക്കെങ്കിലും ചീത്ത പറയണമെന്ന് തോന്നിയാൽ ഞാൻ അവിടെ വണ്ടി നിർത്തും, നിന്നെ ഇറക്കും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മതി നിന്റെ റിമാൻഡ്. ഇങ്ങോട്ട് മാറിക്കടി. എന്താ സർ, ഗ്ലോറിയോട് സംസാരിക്കാൻ ആർക്കും അനുവാദമില്ലെന്ന് പറഞ്ഞിട്ട് അവക്ക് മാത്രം എന്താ സ്പെഷ്യാലിറ്റി ആണോ? ഈടോ സോഫി ഗുണ്ടയും ക്രിമിനലൊന്നും അല്ല. ചിലപ്പോ ഒന്ന് സമാധാനിപ്പിക്കാനായിരിക്കും. സമാധാനിപ്പിക്കട്ടോ സാർ. ഒരുമാതിരി മിണ്ടിപ്പോരത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. കട്ടും കഴിവേറിയും നാട്ടുകാരെ ദ്രോഹിച്ച് നടക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ട് വക്കറേ. അർഹിക്കുന്ന ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ദ്രോഹിക്കപ്പെട്ടവൻ മുമ്പിൽ വരും. വേറെ ഒരു നിവൃത്തിയില്ല കേട്ട് നിൽക്കാതെ. ദേ അവളെ പോലെ. നിന്റെ ഈ മൗനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗ്ലോറി അങ്ങനെയല്ലല്ലോ. തൂക്കുമരത്തിലേക്ക് പോവാണെങ്കിലും കൈയും വീശിയല്ലേ പോവൂ. ഗ്ലോറിയുടെ മൗനം തോൽവിയുടെ സൂചനയല്ലടി, ജയിക്കുന്നതിന് തൊട്ടു മുൻപുള്ള വ്രതവാ. 15 ദിവസത്തെ ജയിൽവാസം കൊണ്ട് നീയോ നിന്നെ കൊണ്ടു നടക്കുന്നവരോ സുരക്ഷിതരായി എന്ന് കരുതണ്ട. ഞാൻ വരും, കണക്ക് തീർക്കുകയും ചെയ്യും. നിർത്തടി. ഇനിയും ഭീഷണിപ്പെടുത്തുക നീ? നിന്നെ കണ്ട് നിയമം ഒളിച്ചിരുന്ന കാലത്ത് നീ പറയുന്നതായിരുന്നു ശരി, നീ നിശ്ചയിക്കുന്നതായിരുന്നു വിധി. പക്ഷേ ഇപ്പൊ കാലം ഒരുപാട് മാറിപ്പോയി മോളെ. ഇപ്പോഴത്തെ ഈ ജയിൽവാസം സ്ഥിരമായി അവിടെ കിടക്കാൻ നിനക്കുള്ള റിഹേഴ്സല എന്ന് കരുതി ആശ്വസിക്കും. നിനക്കറിയാലോ എന്നെ, ഗ്ലോറി തോറ്റിട്ടുണ്ട് ഇതിനു മുൻപും. എന്നിട്ടും എല്ലാവരും പേടിക്കുന്നവളായി ഈ ഗ്ലോറി മാറിയെങ്കിൽ അത് ഗ്ലോറിയുടെ മിടുക്ക. തോബിയാസും ശിവസുബ്രഹ്മണ്യവും മാത്രമല്ല, ഗ്ലോറി നിശ്ചയിക്കുന്ന ആരും ചാവും. കാണണോ നിനക്ക്? ഗ്ലോറി ജയിലിനകത്ത് കിടക്കുമ്പോ നിനക്ക് വിലപ്പെട്ട ഏതെങ്കിലും ഒരു ജീവൻ ഞാൻ കൊത്തിയെടുക്കുന്നത്? പറയടി, നിന്റെ തന്തയോ തള്ളയോ ആരെയാ ഞാൻ തീർക്കേണ്ടത്? കോടതി വളപ്പിലായതുകൊണ്ടാ ഇപ്പൊ നിന്റെ കർണത്ത് ഞാൻ അടിക്കാത്ത. പുതിയ ഭീഷണിയായിട്ട് ഇറങ്ങി വാ നീ. ഒന്നുറപ്പിച്ചോ, നീ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയ ഏതെങ്കിലും ഒരുത്തൻ ഇനി ആർക്കെങ്കിലും നേരെ ഒന്ന് കൈ പൊക്കിയാൽ അതിന്റെ വേദന നീ അനുഭവിക്കും. കഴിഞ്ഞ സോഫി, എന്നാ ഈ സംഭവം എനിക്കങ്ങ് കൊണ്ടുപോയായിരുന്നു. സൂക്ഷിച്ചോ സർ, കണക്കുകൾ മനസ്സിലിട്ടാ മാഡം പോകുന്നത്. ജയിലിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോടി? ജയിലിൽ നിനക്ക് ഓപ്പറേഷൻ നടത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അവര് നോക്കിയോളൂ. എന്നാ നമുക്ക് പോകാം. പടി. കയറി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബക്കർ. വിശദീകരണം ആവശ്യപ്പെട്ട ഒരു നോട്ടീസ് നിങ്ങൾ കൈപ്പറ്റിയിരുന്നു ഇല്ലേ? ഉവ്വ് സർ. എന്തുകൊണ്ട് വിശദീകരണം തന്നില്ല? ഹു ആർ യു മാൻ? പോലീസോ അതോ ഗുണ്ടയോ? സർ, ഷട്ട് അപ്പ്. സമൂഹത്തിലെ ക്രിമിനലിസത്തിന്റെ ഉത്തരവാദികൾ പോലീസ് തന്നെയാണെന്ന് മാധ്യമങ്ങൾ പ്രചാരണം നടത്തുന്നുണ്ട്. സർ, പത്രക്കാർക്ക് എന്താണ് സർ എഴുതി പിടിപ്പിക്കാൻ പറ്റാത്തത്? നോ,
തന്നെ പോലെയുള്ള ഓഫീസർമാരെ കണ്ടാണ് ശീലമെങ്കിൽ അവരെഴുതുന്നതിൽ എന്താണ് തെറ്റ്? അഴിമതിയുടെ നിറം പോലുമില്ലാത്ത അന്തസ്സുള്ളൊരു പോലീസുകാരനൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടും ആ കേസ് അന്വേഷണം അട്ടിമറിക്കാനും പ്രതിയെ സഹായിക്കുന്ന നിലപാടെടുക്കാനുമാണ് നിങ്ങൾ ശ്രമിച്ചത്. സർ, ACPക്ക് എന്റെ കാര്യത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അദ്ദേഹം എഴുതിയ റിപ്പോർട്ട് വെച്ചിട്ട് നോ, ACP അനന്തഗോപനെ വിടാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുമോ? ക്രിമിനലിസമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്തിന് പോലീസ് യൂണിഫോം ഇടണം? സർ, ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിപ്പോ രാഷ്ട്രീയക്കാരുടെ പ്രേരണ ഉണ്ടോ മന്ത്രിമാരുടെ ശുപാർശ ഉണ്ടോ ഒക്കെ സബോർഡിനേറ്റ്സിനോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് സാറിന് തന്നെ വിളിച്ചു പറയേണ്ടി വന്നിട്ടില്ലേ? താൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഏത് പൊളിറ്റീഷ്യന്റെ ആവശ്യപ്രകാരമായിരുന്നു ഗ്ലോറിക്ക് നിങ്ങൾ ഒളിത്താവളം ഒരുക്കിയത്? ACP അനന്തഗോപന്റെ അന്വേഷണത്തിൽ സഹകരിക്കേണ്ടെന്നോ അന്വേഷണം അട്ടിമറിക്കണമെന്നോ നിങ്ങളോട് ആവശ്യപ്പെട്ട മേലുദ്യോഗസ്ഥനാരാ? ടെൽമി. അന്വേഷണം അട്ടിമറിക്കണമെന്നോ നിങ്ങളോട് ആവശ്യപ്പെട്ട മേലുദ്യോഗസ്ഥനാരാ? ടെൽമി. സർ, അത് നോ. നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം മുഴുവൻ നിങ്ങൾക്കെതിരാണ്. പോലീസ് യൂണിഫോമിന്റെ അന്തസ്സിന് കോട്ടം തട്ടുന്ന വിധത്തിലാണ് ഇക്കാലം അത്രയും നിങ്ങൾ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. നിങ്ങളെപ്പോലൊരാൾ സർവീസിൽ ഉണ്ടാവണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുമായി നിങ്ങൾ എന്റെ മുന്നിൽ ഹാജരാവണം. മനസ്സിലായോ തനിക്ക്? Then you can go. അമ്മ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ അവളെ കാണാൻ പോയിരുന്ന സത്യമാ. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, അവള് ദ്രോഹിച്ച എല്ലാവർക്കും വേണ്ടിയാ. അവളുടെ വീഴ്ച കണ്ട് വേദനിക്കാനല്ല, അത് കണ്ട് സന്തോഷിക്കാനാ. എന്റെ കഷ്ടപ്പാടുകൾക്ക് വിലയുണ്ടെന്നുള്ളതിന്റെ തെളിവാമേ ഇപ്പൊ അവൾ ജയിലിൽ കിടക്കുന്നത്. ഇനി അവൾ പുറത്തിറങ്ങും, വീണ്ടും ഒരു വലിയ കാലാവധി ജയിലിലേക്ക് പോകാൻ. അത്രയും നാളുകൂടി ഞാൻ വേഷം കിട്ടിയേ പറ്റൂ, ഒരു വിഡ്ഢിയായിട്ട്. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതൊന്നുമില്ല, എന്നാലും കേട്ടപ്പോ തെറ്റിദ്ധാരണകളൊന്നും എന്റെ കാര്യത്തിൽ നീങ്ങില്ല, ആരുടെയും. എന്നാലും സാരമില്ലമ്മേ, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. അമ്മ നോയിക്കോ, 15 ദിവസം കഴിഞ്ഞ് ഗ്ലോറി വരുന്നതിനുള്ളിൽ സോഫിയുടെ സ്ഥാപനം ദേവ് അസോസിയേറ്റ്സിനേക്കാൾ മുകളിലെത്തിയിരിക്കും. അതിനുള്ള മാർഗങ്ങളാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഇത്രയും നാൾ ഗ്ലോറിയെ താങ്ങി നിർത്തിയിരുന്ന പണത്തിന്റെ സാമ്രാജ്യങ്ങളും തകർന്നു. ഒറ്റയടിക്ക് എനിക്കത് സാധിക്കില്ല. പക്ഷേ അവള് വീഴാനുള്ള കുഴികൾ കുഴിച്ച് കാത്തിരിക്കും ഞാൻ. ഒരു കരുതലും ഇല്ലാതെ അവള് ജയിലിലേക്ക് പോവോ? അതിനുള്ള ഏർപ്പാടുകളൊക്കെ അവള് ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാമേ, എന്നെ കൊല്ലുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടോ അവള്. അമ്മ പേടിക്കണ്ട. അങ്ങനെ ചാകാൻ എനിക്ക് വിധിയുണ്ടെങ്കിൽ എല്ലാവരുടെയും പേടി സ്വപ്നമായ അവളെ തീർത്തിട്ടേ ഞാൻ ചാവൂ. എന്തൊക്കെയാ നീ പറയുന്നേ? അങ്ങനെ ചാകാനും കൊല്ലാനും വേണ്ടിയാണോ നീ? അല്ലാതെന്താ, ത്യാഗത്തിന് കൂലി കിട്ടുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എനിക്കതില്ല. ഈ ബഹളവും വെല്ലുവിളിയൊക്കെ കഴിയുമ്പോ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അമ്മ എനിക്ക്. ഒരു ദിവസം, ഒരൊറ്റ ദിവസം എന്തായിരുന്നു പ്രകാശെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ ശേഷം എനിക്കൊന്ന് ജീവിക്കണം. പറ്റുവോടാ? എല്ലാം ഭംഗിയായിട്ട് തന്നെ അവസാനിക്കും, നീ നോക്കിക്കോ. എന്തുണ്ട് സർ നാട്ടിലെ വിശേഷം? ഗ്ലോറി അവസാനിച്ചു പോയതിന്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞൂടാ, എനിക്കുണ്ട് ഭീഷണി. കർത്തവ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തതിന് DGMN വിശദീകരണം ചോദിച്ചിരിക്കുക. ഒരാഴ്ചയുണ്ട് അങ്ങേർക്കുള്ള പ്രേമലേഖനം എഴുതാൻ. വിശദീകരണം തൃപ്തികരമായില്ലെങ്കിൽ നടപടി ഉണ്ടാവട്ടെ. തിരിച്ചു കയറാൻ വേണ്ടി ഇനി ഒരുത്തന്റെ പാദസേവയ്ക്കും ഞാനില്ല. പോലീസ് അല്ലാതെ പണികൾ ഒരുപാടുണ്ടല്ലോ. കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും. കേസിന്റെ വിധി എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിനുള്ളിൽ ചെയ്തു തീർക്കാവുന്നതൊക്കെ എനിക്ക് അങ്ങ് ചെയ്തു തീർക്കണം. ഒന്നുറപ്പിച്ചോ സർ, ഗ്ലോറി ജയിൽ മുറിയിൽ കിടക്കുമ്പോൾ പുറത്താരും സുരക്ഷിതരും സ്വതന്ത്രരുമായിരിക്കില്ല. ജോലി ഉണ്ടാവും സാറിന്. ചെയ്യാം. ചില കണക്കുകൾ എനിക്കുണ്ട്, സർവീസിനകത്തും പുറത്തും. തീർക്കണം.
പണം കൊണ്ട് പിടിച്ചു വാങ്ങാവുന്നതൊക്കെ പിടിച്ചു വാങ്ങണം. അതിന് നമ്മുടെ പണം സുരക്ഷിതമായിരിക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ദേവ് അസോസിയേറ്റ്സിന്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള നീക്കമുണ്ടാവും പ്രകാശിൽ നിന്ന്. അത് തടയണം. അതിന് അച്ഛന്റെ പേരിലുള്ള പവർ ഓഫ് അറ്റോർണി മതി. സാറത് സുരക്ഷിതമായി സൂക്ഷിക്കും എന്ന വിശ്വാസത്തിലാ ഞാൻ ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ നോക്കിക്കോളാം. ഇതിനകത്ത് സൗകര്യങ്ങൾ എങ്ങനെ? കൂടുതലാണ്. ഇരുട്ട് മാറാത്ത മുറിയും മുഷിഞ്ഞ ചുമരുകളും വൃത്തികെട്ട പെരുമാറ്റവുമുള്ള വാർഡിന് അതൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ കിടന്നിട്ടുണ്ട് ഞാൻ സെന്റ് മേരീസ് ഓർഫനേജിന്റെ ഇരുട്ടിൽ. ഇത്രയും എത്താനുള്ള ബുദ്ധിയും ധൈര്യവും ആ ഇരുട്ടിൽ നിന്നാ എനിക്കുണ്ടായത്. ഈ ജയിൽ മുറിയിൽ നിന്നും പുതിയ കണക്കുകൾ ഉണ്ടാക്കിയെടുക്കും ഈ ഗ്ലോറി. സാർ നോക്കിക്കും, സർവ്വതും നശിപ്പിക്കാനുള്ള ഊർജം എനിക്ക് കിട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഗ്ലോറിയുടെ തടങ്കൽ അവസാനിക്കുമ്പോൾ ഒരുപാട് പേരുടെ സ്വാതന്ത്ര്യവും അവസാനിക്കും. കൊല്ലും ഞാൻ. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇല്ല ഈ ഗ്ലോറിക്ക്. സമ്പത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശനെ കൊണ്ട് ചെലവാക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അയാളോട് നമുക്ക് പോയി പറയാൻ പറ്റുമോ ചിലവ് നിയന്ത്രിക്കണമെന്ന്? ഇപ്പൊ പറ്റില്ല, പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാക്കണം. പിന്നെ ബിസിനസിനെ കുറിച്ച് പ്രകാശിന് കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. സ്വാഭാവികമായിട്ടും അയാൾ നല്ലൊരു സഹായിയെ തേടുന്നുണ്ടാവും. എന്തായാലും നമ്മളെ തേടില്ലല്ലോ. തേടണം. താൻ സംസാരിക്കണം പ്രകാശിനോട്. ഞാനോ? ആ, തനിക്ക് കൊടുക്കാവുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ കൊടുത്തേക്കണം. കൂട്ടത്തിൽ എന്നെയോ ഗ്ലോറിയോ തള്ളി പറയണമെങ്കിൽ അതും പറഞ്ഞോ. എടോ, കയ്യിൽ കാശുള്ള ഒരാളെ സൂത്രത്തിൽ തള്ളിയിടാൻ തന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ കാർത്തികേയ. അതൊക്കെ ശരിയാ സാറേ, പക്ഷേ ഏയ് താനിനി ഒന്നും പറയണ്ട. കുറച്ച് റിസ്ക് എടുത്തായാലും നമ്മളിൽ ഒരാൾ പ്രകാശിന്റെ കൂടെ നിന്നേ പറ്റൂ. ഈ മാർഗം താനൊന്ന് പയറ്റി നോക്ക്. അല്ലെങ്കിൽ ആലോചിക്കാൻ വേറെ വഴി. എന്ത് വഴി? ആലോചിക്കണം. ഗ്ലോറിയോട് പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. താൻ ഇപ്പൊ തന്നെ പ്രകാശിനെ വിളിക്ക്. മീറ്റിംഗ് ഇവിടെ വെച്ച് വേണ്ട, വിളിക്കടോ, വിളിക്കേ. ആ ഹലോ പ്രകാശ്. എന്താ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ നമുക്ക് എവിടെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാം. പ്രകാശിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. ബുദ്ധിമുട്ടുണ്ട്. മിസ്റ്റർ കാർത്തികേയന് സംസാരിക്കാനുള്ളത് എന്തായാലും അത് ഇവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ 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 മതി. പ്രകാശ് വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമല്ലേ? ഭാര്യ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുമ്പോൾ ഭർത്താവിന്റെ മനസ്സ് സ്വാഭാവികമായും അസ്വസ്ഥമായിരിക്കും. തൽക്കാലം എനിക്ക് അത്തരം ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയാ. അല്ല, അതെ, നമ്മൾ ഈ കൈ കാശുള്ളവർക്കൊരു ഗുണമുണ്ട്. പെട്ടെന്നൊന്നും മനസ്സിൽ ഒരു കാര്യം തട്ടില്ല. ഒരു വഴിക്ക് മനസമാധാനം പോകുന്നെന്ന് കണ്ട വേറെ 100 വഴി ഒപ്പം തുറന്നു വയ്ക്കും. സത്യത്തിൽ പ്രകാശിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഏൽപ്പിച്ചത് ഗ്ലോറിയ, ബക്കർ സാർ വഴി. ഗ്ലോറിക്ക് പേടിയുണ്ട്. ബിസിനസ് അറിയാത്ത പ്രകാശിന്റെ കയ്യിൽ ഇത്രയും സമ്പത്തിരിക്കുമ്പോ ശത്രുക്കൾ അത് മുതലെടുക്കുമെന്ന്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പ്രകാശ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, കാർത്തികേയൻ ഇന്ന് ചാർജ് എടുക്കും. ദേവ് അസോസിയേറ്റ്സിന്റെ ബിസിനസ് ഇരട്ടി വേഗത്തിൽ കുതിച്ചു കയറുന്നത് ഞാൻ കാണിച്ചുതരാം. പിന്നെ പ്രകാശിന്റെ കാര്യം, എന്റെ പ്രകാശേ, സത്യത്തിൽ ഞാനൊക്കെ ജീവിതം ആസ്വദിക്കാന്ന് പറഞ്ഞ ഭാര്യ നാട്ടിലില്ലാത്ത സമയത്താ. വീടിനകത്ത് വരെ നമ്മുടെ സ്റ്റാഫിന്റെ മേളമല്ലേ, എന്നാലും പേടിക്കണം. ഭാര്യ എങ്ങാനും പൊട്ടിത്തെറിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാലോ? പ്രകാശിന് ആ പേടി വേണ്ടല്ലോ. ആഘോഷിച്ചോ. ഗസ്റ്റ് ഹൗസിന്റെ കീ ഞാനങ്ങ് തരും. പിന്നെ വേണ്ടതൊക്കെ അവിടെ എത്തിക്കോളൂ.
ആ ആയിക്കോട്ടെ. ഒരു കാര്യം മാത്രം പറഞ്ഞില്ല. എന്താ? കാർത്തികേയന്റെ കൂലി പറയടാ. കൂട്ടിക്കൊടുപ്പിന് തന്റെ കൂലി എന്താ? പ്രകാശ്, ഷടപ്പ്. എടോ, തന്നെ പോലെ ഒരുത്തനെ മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ എന്റെ ബുദ്ധിക്കുണ്ട്. എത്ര നല്ല വസ്ത്രം ധരിച്ച് എത്ര വില കൂടിയ സുഗന്ധം പൂശി കാർത്തികേയൻ എന്റെ മുമ്പിൽ വന്നാലും താനിപ്പോ പറഞ്ഞ പണിയില്ലേ, അത് തന്റെ മുഖത്തും ചിരിയിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വേണ്ട. ദേവ് അസോസിയേറ്റ്സിന്റെ സമ്പത്ത് കുഴിവെട്ടി മൂടാനാ എന്റെ ഉദ്ദേശം. അതിനെനിക്ക് ആരുടെ സഹായം വേണ്ട. പിന്നെ ഗ്ലോറിക്ക് കാർത്തികേയൻ ചെയ്തു കൊടുത്ത മഹനീയ സേവനങ്ങൾ എനിക്കറിയാം. ഇനി ഇത്തരം വാഗ്ദാനങ്ങളുമായി കാർത്തികേയൻ എന്റെ പുറകെ വന്നാൽ ഗ്ലോറിയെ ജയിലിലേക്ക് അയക്കാമെങ്കിൽ പിന്നെ സഹായം അങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഭാര്യ പൊട്ടിത്തെറിച്ച് മുമ്പിൽ വീഴുന്നതിന് മുമ്പ് സ്റ്റാഫിനെയൊക്കെ പറഞ്ഞു വിടണ്ടേ? പോടോ, പോകാൻ. ഗ്ലോറിയുടെ കാര്യത്തിൽ ദേവ് അസോസിയേറ്റ്സിനുണ്ടായ അതേ ക്ഷീണം യമുന അസോസിയേറ്റ്സിന് സംഭവിച്ചിട്ടുണ്ട്. ഐ മീൻ, ഗ്ലോറിയും ആ കേസും നിങ്ങളുടെ സമയവും ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സാർ, അത് ഐ നോ, നിങ്ങൾക്കതിൽ നിന്ന് മാറി നിൽക്കാനായില്ല. ബട്ട് ഇപ്പോ മുതലെങ്കിലും നമ്മുടെ പ്രവർത്തനം നമുക്ക് കാര്യക്ഷമമാക്കിയേ പറ്റൂ. ഗ്ലോറിയുടെ വീഴ്ച ദേവ് അസോസിയേറ്റ്സിനെ ഗുരുതരമായി ബാധിക്കും. വിത്തൗട്ട് എനി ഡൗട്ട് ആ അവസരം നമ്മൾ ഉപയോഗിക്കണം. അടിയന്തരമായ ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ആദർശ് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരില്ലേ? ഷുവർ സാർ. ആ, ബാങ്ക് മാനേജറെ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോ നമുക്ക് അത് കഴിഞ്ഞിരിക്കാം. സോഫി വരും, നമുക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആദർശ് പൊയ്ക്കോ. താനെന്താ ഈ വഴി? ഞാൻ ഇന്നു മുതൽ ജോലിക്ക്. എന്ത് ജോലി? തനിക്ക് പരിചിതമായ കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഒരു സ്റ്റാഫിന് ക്വാളിഫിക്കേഷനെ ആവശ്യമില്ല. പിന്നെ ക്രിമിനൽസുമായി സൗഹൃദവും അവരെ സംരക്ഷിക്കാവുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ജോലിയും പദവി ഉറപ്പാ ഏതെങ്കിലും ഗുണ്ടാത്താവളത്തിൽ. സർ പ്ലീസ്, എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് മാഡത്തിനോട് ഞാൻ പറഞ്ഞതാ. ഷടപ്പ്. അഗ്നിശുദ്ധി തെളിയിക്കാൻ എത്തിയതാണ് നീയെങ്കിൽ കേട്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.